സോ നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് ടിഫർ 2024 തന്നെ ഫിസിക്സ് ഭാഗത്ത് ക്വാണ്ടം മെക്കാനിക്സിൽ വന്ന ഒരു പ്രോബ്ലമാണ്. ഇത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിനെ ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. ഒരു അൺനോർമലൈസ്ഡ് എനർജി ഐഗൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സൈ എ ഓഫ് എക്സ് ഈക്വൽ ടു 2x³ - 3x ഇൻറ്റു e⁻ x²/2. ഇപ്പോൾ ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ടു അതർ അൺനോർമലൈസ്ഡ് ഐഗൻ ഫംഗ്ഷൻ വിച്ച് ആർ ക്ലോസസ്റ്റ് ഇൻ എനർജി ടു സൈ എ. അപ്പം നമുക്കിത് അറിയണമെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് ഹെർമൈറ്റ് പോളിനോമിയൽസ് അറിയണം. ഹെർമൈറ്റ് പോളിനോമിയൽസ് അറ്റ്ലീസ്റ്റ് ഒരു 4-5 എണ്ണമെങ്കിലും അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. സൈൻ ഓഫ് എക്സ് നമുക്കറിയാം, ജനറൽ ഫോം ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ ഇസ് ഇൻ ദിസ് ഫോം. സോ ഹെർമൈറ്റ് പോളിനോമിയൽസ് ഇതൊക്കെയാണ്: h0 of x 1, h1 of x 2x, h2 of x equal 4x² - 2, h3 of x equal to 8x³ - 12x, h4 of x equal 16x⁴ - 48x² + 12. അപ്പോൾ ഈ സൈ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്നത് യഥാർത്ഥത്തിൽ h3 of x ആണ്. കണ്ടോ, നമുക്കൊരു 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? h3 of x എന്ന് പറയുന്നത് ഒരു 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ അപ്പാർട്ട് ഫ്രം ദ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 2x³ - 3x എന്നാണ്. കണ്ടോ, അതല്ല ഈ തന്നേക്കുന്നത്. അപ്പം തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിന് ക്ലോസ് ആയിട്ടുള്ളത് 2ഉം 4ഉം ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് ഏതാണ്? h2 of x. 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? x² - 1. ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഇനി h4 of xൽ 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4x⁴ - 12x² + 3. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഹെർമൈറ്റ് പോളിനോമിയൽസ് അറിഞ്ഞ് നമുക്ക് ചെയ്യാം. ഓക്കെ.